ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന സ്റ്റോറിയാണ്. സബ്സ്ക്രൈബർക്ക് എൻ്റെ സൗണ്ടിൽ ഈ സ്റ്റോറി കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ സ്റ്റോറി പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്ന് വെച്ചാൽ കുട്ടികളെ പണിക്ക് പറഞ്ഞയച്ച് വീട്ടിലിരിക്കുന്ന നിൻ്റെ ഉപദേശം കൂടി ഞാൻ കേൾക്കണമെന്ന് എനിക്കതിന് മനസ്സില്ലടാ. നീ നിൻ്റെ പണി നോക്ക്. സത്യഭാമ മരുമകനെ നോക്കി ചീറി. ശ്രീനി ചിരിച്ചതേ ഉള്ളൂ. അമ്മേ, ഗോപിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? അമ്മ അവിടം വരെ പോയി അവളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സമാധാനപരമായാണ് ശ്രീനി സംസാരിച്ചത്. അത് കേട്ട സത്യഭാമ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്നെ ചവിട്ടി തേച്ച് പോയവളെ ഞാൻ ചെന്ന് കാല് പിടിച്ച് കൊണ്ടുവരണമെന്ന്. അതിനീ സത്യഭാമ ചാവണം. അഹങ്കാരവും ധാർഷ്ട്യവും സത്യഭാമയുടെ വാക്കുകളിലുണ്ടായിരുന്നു. എന്തിനാ അമ്മയെ വാശി? ഗോപി അമ്മയുടെ മോനല്ലേ? അവന് സമാധാനത്തോടെയുള്ള ജീവിതം വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അവന് സമാധാനം ഇല്ലെന്ന് അവൻ നിന്നോട് പറഞ്ഞോ? അവൻ എൻ്റെ മോനാ. അവൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് തൽക്കാലം നിൻ്റെ വക്കാലത്ത് വേണ്ട. എന്തിനാ അമ്മയുടെ വാശി ജയിക്കാൻ വേണ്ടി അവരുടെ ജീവിതം തകർക്കുന്നത്? അവർ സന്തോഷമായിട്ട് ജീവിച്ചാൽ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അതുകൂടി കേട്ടതോടെ സത്യഭാമയുടെ നിയന്ത്രണം തെറ്റി. അതേടാ, എൻ്റെ വാശിയാ. എൻ്റെ വാശി ജയിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഈ സത്യഭാമ ജീവിച്ചിരിക്കുമ്പോൾ അവരൊന്നിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ലടാ. എൻ്റെ മോന് വേറെ പെണ്ണിനെ നോക്കാൻ എനിക്കറിയാം. നീ ഇതും പറഞ്ഞിനി ഇങ്ങോട്ട് വരണമെന്നില്ല. സത്യഭാമയെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. അവർ ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ശ്രീനി പുറത്തേക്കിറങ്ങി തൻ്റെ ബൈക്കിൽ കയറി ഓടിച്ചുപോയി. 10 വർഷം മുമ്പ് വിധവയായ സത്യഭാമയ്ക്ക് 2 മക്കളാണ്. മൂത്തത് മകൾ രാധിക, ഇളയത് മകൻ ഗോപി. രാധികയ്ക്ക് 30ഉം ഗോപിക്ക് 28ഉം വയസ്സ്. സത്യഭാമയ്ക്കിപ്പോൾ പ്രായം 50 വയസ്സ്. രാധിക പഠനകാലത്ത് തന്നെ ശ്രീനിയുമായി പ്രണയത്തിലായി. ജാതിയിൽ താഴ്ന്ന ശ്രീനിയെ വിവാഹം ചെയ്യാൻ കൊന്നാലും സത്യഭാമ സമ്മതിക്കില്ല. പക്ഷേ അമ്മയുടെ വാശിക്കൊന്നും രാധിക നിന്നില്ല. അവൾ ശ്രീനിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് അവൻ്റെ വീട്ടിൽ പൊറുതി തുടങ്ങി. സത്യഭാമ അവിടെ ചെന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അവസാനം പോലീസിനെ വരെ ഇടപെടുത്തേണ്ടി വന്നു. രാധിക ശ്രീനിയുടെ കൂടെ ജീവിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ ഇനി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് പോലീസ് സത്യഭാമയെ താക്കീത് ചെയ്തു. മകളുടെ വിവാഹം വലിയൊരാഘോഷമാക്കണമെന്ന് കരുതിയിരുന്ന സത്യഭാമ അതോടെ മകളെ തള്ളിക്കളഞ്ഞു. നല്ല സ്വത്തിനുടമയായ അവർ തൻ്റെ ഒരു തരി മണ്ണ് പോലും മകൾക്ക് കൊടുക്കില്ലെന്ന പ്രഖ്യാപനവും നടത്തി. മകൾ നരകിച്ച് ജീവിക്കുന്നത് കാണാൻ കാത്തിരുന്ന സത്യഭാമയ്ക്ക് നിരാശയായിരുന്നു ഫലം. ജാതിയിൽ താഴെയാണെങ്കിലും നല്ലൊരു കുടുംബത്തിലേക്കാണ് രാധിക ചെന്ന് കയറിയത്. ശ്രീനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. നളിനിയമ്മ സ്വന്തം മോളെ പോലെയാണ് രാധികയെ നോക്കിയത്. വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനകം ശ്രീനി ഖത്തറിലേക്കും രാധിക അവളുടെ ആഗ്രഹപ്രകാരം പഠിച്ചുകൊണ്ടിരുന്ന നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനും പോയി. അവളുടെ കോഴ്സ് കഴിഞ്ഞതും ശ്രീനി അവളെയും ഖത്തറിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി രാധിക ജോലിക്ക് കയറുകയും ചെയ്തു. എല്ലാം സത്യഭാമ അറിയുന്നുണ്ടായിരുന്നെങ്കിലും മകളോട് ക്ഷമിക്കാൻ അവർ തയ്യാറായില്ല. 1 വർഷം കഴിഞ്ഞ് ലീവിന് വന്ന ശ്രീനിയും രാധികയും ആദ്യം പോയത് രാധികയുടെ വീട്ടിലേക്കാണ്. അവരുടെ വരവ് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത സത്യഭാമ പൂർണ്ണമായും അയഞ്ഞില്ലെങ്കിലും രാധികയോട് അല്പം മയപ്പെട്ടു. എന്നാൽ ശ്രീനിയോട് പൊറുക്കാൻ അവൾക്കായില്ല. അവർ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പലവട്ടം സത്യഭാമയെ കാണാൻ ചെന്നു. ശ്രീനി നല്ലവനാണെന്ന് മനസ്സിലായെങ്കിലും അവനോട് കൂടുതൽ അടുക്കാൻ അവൾ തയ്യാറായില്ല. തന്നെ മാനം കെടുത്തിയ മകളോടും പൂർണ്ണമായി സത്യഭാമ ക്ഷമിച്ചില്ല. മകളോട് പക പോക്കാനെന്ന മട്ടിൽ അവൾ മകൻ ഗോപിക്ക് വേണ്ടി കൊമ്പത്തെ വീട്ടിൽ നിന്നും ഒരു പെണ്ണുമായി കല്യാണം ഉറപ്പിച്ചു. ഒരു സ്കൂൾ അധ്യാപകനായ ഗോപി ഒരു പാവത്താനാണ്. അമ്മ പറയുന്നതിനപ്പുറം അവനില്ല. അമ്മ കെട്ടാൻ പറഞ്ഞ പെണ്ണിനെ അവൻ കെട്ടി. അളിയനും പെങ്ങളും അടുത്ത ലീവിന് വരുമ്പോൾ കല്യാണം നടത്തിയാൽ മതി എന്നൊരഭിപ്രായം ഗോപി പറഞ്ഞെങ്കിലും സത്യഭാമ അത് സമ്മതിച്ചില്ല. അവർ വരുന്നതിന് മുമ്പ് തന്നെ അവൾ ആർഭാടമായി മകൻ്റെ കല്യാണം നടത്തി.
പക്ഷേ കാര്യങ്ങൾ സത്യഭാമ വിചാരിച്ച പോലെ ആയില്ല. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മരുമകൾ രമ്യയുടെ വീട്ടുകാർ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിച്ചു. വിവരമറിഞ്ഞ സത്യഭാമ ഞെട്ടിപ്പോയി. താൻ പറ്റിക്കപ്പെട്ടെന്നറിഞ്ഞ് അവൾക്ക് ഭ്രാന്തായി. വലിയ ആഡംബരം നിറഞ്ഞ വീടും മറ്റ് സൗകര്യങ്ങളും സുന്ദരിയായ രമ്യയും കണ്ടതോടെ മറ്റൊന്നും അന്വേഷിച്ചില്ല. രമ്യയുടെ അച്ഛൻ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് വീട് വരെ വിറ്റ സമയത്താണ് സത്യഭാമ വിവാഹം അന്വേഷിച്ച് ചെന്നത്. ആ വീട്ടിൽ വെച്ച് തന്നെ മകളുടെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ച അവളുടെ അച്ഛൻ വീട് വാങ്ങിയവരോട് കാല് പിടിച്ചാണ് സമ്മതിപ്പിച്ചത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കിടയിൽ തന്നെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ സത്യഭാമ വെറുതെ ഇരുന്നില്ല. പറഞ്ഞ സ്ത്രീധനം മുഴുവൻ കിട്ടിയതുമില്ല. ഇപ്പോൾ ആ വീടും കൂടി പോയി എന്നറിഞ്ഞതോടെ രമ്യയ്ക്ക് ഭർതൃഗൃഹം നരകമായി. 2 മാസത്തിനകം അവൾ രമ്യയെ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിച്ചു. ഗോപിക്ക് തടയാനൊന്നും ആയില്ല. സ്ത്രീധന ബാക്കി കിട്ടാത്തതും രമ്യയുടെ വീട് വിറ്റതുമൊന്നും ഗോപിക്ക് പ്രശ്നമായില്ലെങ്കിലും അമ്മയെ എതിർക്കാൻ അവനായില്ല. 2 ഭാഗത്തു നിന്നും ബന്ധുക്കളൊക്കെ ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും ഈ ബന്ധം ഇനി മുന്നോട്ട് പോവില്ലെന്ന് സത്യഭാമ തീർത്തു പറഞ്ഞു. വിവരമറിഞ്ഞ് ഖത്തറിൽ നിന്നും രാധികയും ശ്രീനിയും മാറി മാറി സംസാരിച്ചെങ്കിലും സത്യഭാമ ഒത്തുതീർപ്പിന് തയ്യാറായില്ല. നിനക്കൊരു ജോലിയില്ലേ, നീ രമ്യയും കൊണ്ടൊരു വാടക വീടെടുത്ത് മാറി താമസിക്ക് എന്ന് രാധിക അനിയനോട് പറഞ്ഞെങ്കിലും അമ്മയെ ധിക്കരിക്കാൻ അവനാവില്ലായിരുന്നു. ഇപ്പോൾ രമ്യ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് 1 വർഷമായി. അവൾ ഉപേക്ഷിക്കാൻ അമ്മ പറഞ്ഞത് മാത്രം ഗോപി ഇതുവരെ അനുസരിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഖത്തറിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ ശ്രീനി ജോലി ചെയ്ത സ്ഥാപനം കത്തുകയും അവൻ്റെ പാസ്പോർട്ട് അടക്കം വിലപ്പെട്ട രേഖകളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. സ്ഥാപനം കത്തിയതോടെ ജോലി നഷ്ടപ്പെട്ട ശ്രീനി നാട്ടിലേക്ക് മടങ്ങി. ഇനി തിരിച്ചു പോകണമെങ്കിൽ പുതിയൊരു ജോലിയും വേണം, പുതിയ പാസ്പോർട്ടും വേണം. അതിനുള്ള ഓട്ടത്തിലാണ് ശ്രീനി. എത്ര ഓടിയിട്ടും 2ാം പാസ്പോർട്ട് കിട്ടുക അത്ര എളുപ്പമല്ലായിരുന്നു. അവനിപ്പോൾ നാട്ടിലെത്തിയിട്ട് 8 മാസമായി. രാധിക ഇപ്പോഴും ഖത്തറിൽ തന്നെയാണ്. അവൾ പറഞ്ഞതിനനുസരിച്ചാണ് ശ്രീനി ഗോപിയുടെയും രമ്യയുടെയും പ്രശ്നത്തിലേർപ്പെട്ടത്. നാട്ടിലെത്തിയ ഉടനെ അവൻ രമ്യയുടെ വീട്ടിൽ പോയി സംസാരിച്ചിരുന്നു. സ്ത്രീധന ബാക്കി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാമെന്നാണ് രമ്യയുടെ അച്ഛൻ പറയുന്നത്. ഗോപിയോട് സംസാരിച്ചപ്പോൾ ഒന്നും തന്നില്ലെങ്കിലും രമ്യയെ തിരിച്ചു കൊണ്ടുവരാൻ അവൻ ഒരുക്കമാണ്. പക്ഷേ സത്യഭാമയോട് എത്ര സംസാരിച്ചിട്ടും അവൾ വഴങ്ങിയില്ല. ഇനിയും രമ്യ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗോപിയെ കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നാണ് അവളുടെ നിലപാട്. ഇതേ സമയം രമ്യയുടെ വീട്ടിൽ, ഞങ്ങളിനി എന്തു പറയാനാണ് ശ്രീനി? സത്യഭാമയല്ലേ അടുക്കാത്തത്? കാര്യം ഞങ്ങൾ സത്യം മറച്ചു വെച്ചാണ് ഈ കല്യാണം നടത്തിയത്. അവരെ പറ്റിക്കണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. ഇവൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് ഓർത്തപ്പോൾ ഞങ്ങൾ കടത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്ന് പറയാൻ തോന്നിയില്ല. രമ്യയുടെ അമ്മ ചിത്ര വ്യസനത്തോടെ പറഞ്ഞു. ഡൈനിങ് ടേബിളിലിരുന്ന് ചായ കുടിക്കുകയാണ് ശ്രീനി. അടുത്ത് തന്നെ രമ്യയും അവളുടെ അമ്മയും നിൽക്കുന്നുണ്ട്. അതൊന്നും സാരമില്ലമ്മേ. പെൺമക്കളുടെ കല്യാണം നടക്കാൻ ചില സത്യങ്ങളൊക്കെ എല്ലാവരും മറച്ചു വയ്ക്കും. ഏതായാലും ഗോപി രമ്യ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഒരിറക്ക് ചായ കുടിച്ചുകൊണ്ട് ശ്രീനി പറഞ്ഞു. അവനെ പരിചയപ്പെട്ടതു മുതൽ അവൻ ചിത്രയെ അമ്മയെന്നാണ് വിളിക്കുന്നത്. ചിത്രയ്ക്കെന്തോ അതത്ര അങ്ങ് രസിക്കുന്നില്ല. 32 വയസ്സുള്ള ശ്രീനി 46 വയസ്സുള്ള തന്നെ അമ്മയെന്ന് വിളിക്കുന്നത് ചിത്രയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. ശ്രീനി ഇടയ്ക്ക് രമ്യയുടെ വീട്ടിൽ വരും. കുറേ നേരം അവരോട് സംസാരിച്ചിരിക്കും. അവൻ വരുന്നതും സംസാരിക്കുന്നതും രമ്യയ്ക്കും ചിത്രയ്ക്കും ഇഷ്ടമാണ്. ഈ ബന്ധം ഒന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രീനി നന്നായി ശ്രമിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അവൻ വരുമ്പോൾ മിക്കപ്പോഴും രമ്യയുടെ അച്ഛൻ വീട്ടിലുണ്ടാവാറില്ല. അവൻ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ലെന്നാണ് ശ്രീനി ഇവളിപ്പോൾ പറയുന്നത്. രമ്യയെ നോക്കി ചിത്ര പറഞ്ഞു. അതെന്താടി ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? അതുള്ളതും ഇല്ലാത്തതും കണക്കാ ചേട്ടാ. അത്രമാത്രം പറഞ്ഞ് രമ്യ ഗ്ലാസും പ്ലേറ്റുകളും എടുത്ത് അടുക്കളയിലേക്ക് പോയി. ശ്രീനി ഒന്നും മനസ്സിലാവാതെ ചിത്രയെ നോക്കി. അതെന്താ അമ്മ അവൾ അങ്ങനെ പറഞ്ഞത്? എന്തോ എനിക്കറിയില്ല. ചിത്ര അത് പറഞ്ഞത് ശ്രീനിയുടെ കണ്ണിലേക്ക് ആഴത്തിൽ നോക്കിയാണ്. എന്തോ ഒരു വശപ്പശക് അവന് തോന്നി.
ഞാൻ ഗോപിയോട് സംസാരിച്ച് എല്ലാം ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടും അമ്മ സമ്മതിക്കുന്നില്ലെങ്കിൽ രമ്യയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറാൻ അവൻ തയ്യാറാണ്. ശ്രീനി അവനാവും പോലെ അവരെ കൂട്ടിച്ചേർക്കാനാണ് ശ്രമിക്കുന്നത്. വേണ്ട ചേട്ടാ, എനിക്കിപ്പോൾ അയാളെപ്പോലൊരു ഭർത്താവ് വേണമെന്നില്ല. അമ്മ പറയുന്നത് കേൾക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വന്തം ഭാര്യയോട് പെരുമാറുന്നത് വരെ അമ്മയുടെ സമ്മതപ്രകാരമാണെന്ന് വന്നാൽ വേണ്ട ചേട്ടാ, അത് ശരിയാവില്ല. അടുക്കളയിൽ നിന്ന് വന്ന രമ്യ അത്രയും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി. നോക്ക് ശ്രീനി, 1 വർഷത്തോളമായി അവളിവിടെ വന്ന് നിൽക്കുന്നു. ഇതുവരെ അവനിവിടെ വരികയോ അവളെ ഒന്ന് വിളിക്കുകയോ ചെയ്തിട്ടില്ല. വെറും 2 മാസമല്ലേ അവരൊരുമിച്ച് ജീവിച്ചത്. എന്നിട്ടും അവളെ ഒന്ന് വന്ന് കാണാൻ അവന് തോന്നിയില്ല. എൻ്റെ മോൾ അനുഭവിക്കുന്ന പ്രയാസം ഞാനും കാണുന്നതാ. എൻ്റെ അവസ്ഥ തന്നെ അവൾക്കും. അമ്മയുടെയും മോളുടെയും അവസ്ഥ ഒന്നു തന്നെയാണെന്ന് പറഞ്ഞതിൽ ചില സംഗതികൾ ശ്രീനി ഊഹിച്ചെടുത്തു. സാരമില്ലമ്മേ, എല്ലാം ശരിയാകും. ഞാൻ അവനോട് ഒന്നുകൂടി സംസാരിക്കാം. രമ്യയെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ശ്രീന പോകാനായി എഴുന്നേറ്റു. നീ ഇടയ്ക്കിങ്ങോട്ട് വരണേ ശ്രീനി. നീ വരുമ്പോഴാണ് എൻ്റെ മോളൊന്ന് ചിരിച്ചു കാണുന്നത്. വരാം അമ്മേ, ഞാൻ ഇടയ്ക്ക് വരാം. ശ്രീനി മുറ്റത്തേക്കിറങ്ങി ബൈക്കിൽ കയറി. ആ വണ്ടി മുറ്റം കടന്ന് റോഡിലേക്കിറങ്ങി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ചിത്ര നോക്കി നിന്നു. എന്തിനെന്നറിയാത്തൊരു നിരാശ അവൾക്ക് തോന്നി. മുറിയിലെ ജനലിലൂടെ ശ്രീനി പോകുന്നത് നോക്കി നിന്ന രമ്യയ്ക്കും ആ നിരാശയുണ്ടായി. ശേഷം ഗോപിയുടെ തറവാട്ടിൽ. അമ്മ സമ്മതിക്കില്ല അളിയ. ഗോപി പിന്നെയും പറഞ്ഞത് തന്നെ പറഞ്ഞു. എൻ്റെ അളിയന് നല്ലൊരു ജോലിയില്ലേ? ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവില്ലേ? പിന്നെ എന്തിനാ അളിയ ഇനി ഈ അമ്മയെ പേടിച്ചിരിക്കുന്നത്? നിൻ്റെ ജീവിതമല്ലേ, അത് നിനക്ക് തീരുമാനിച്ചൂടെ? ഗോപി ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവനോട് സംസാരിക്കുകയാണ് ശ്രീനി. അവൻ എല്ലാവരോടും ഒരു ഒത്തുതീർപ്പിനായി മാറി മാറി സംസാരിക്കാൻ കാരണം രാധികയാണ്. അവൾ ഭർത്താവിന് കൊടുത്ത ടാസ്ക്കാണ് ആങ്ങളെയും നാത്തൂനെയും ഒരുമിപ്പിക്കണമെന്ന്. ഖത്തറിലിരുന്ന് അവളും പരമാവധി ശ്രമിക്കുന്നുണ്ട്. രമ്യ അവൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവർ തമ്മിലിപ്പോൾ നല്ല ബന്ധമാണ്. എന്നും അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കും. എനിക്ക് രമ്യയെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ ഉണ്ടളിയ. പിന്നെന്താ അളിയ തടസ്സം? അത് അമ്മ. എൻ്റെ അളിയനിത് ഏത് ലോകത്താ? ഇങ്ങനെയുണ്ടോ ഒരമ്മയെ പേടി? പേടിയല്ല അളിയ, എനിക്ക് അമ്മയെ ധിക്കരിക്കാൻ കഴിയില്ല. എന്തു പറഞ്ഞിട്ടും ഗോപി അടുക്കുന്നില്ല. നിനക്ക് രമ്യയോടൊപ്പം ജീവിക്കണമെന്നുണ്ടോ? അതൊക്കെയുണ്ട്. എന്നാൽ അമ്മയെ ഞാൻ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പക്ഷേ നീ രമ്യയൊന്ന് കാണാൻ പോകണം. പറ്റിയാൽ നാളെ തന്നെ. അയ്യോ അളിയ, അമ്മ അറിഞ്ഞ ഒലക്ക. നീ നാളെ തന്നെ പോയി രമ്യയെ കാണണം. പറ്റിയ ഒരു ദിവസം അവിടെ താമസിക്കണം. അത് കേട്ട് ഭീതിയോടെ ഗോപി ശ്രീനിയെ നോക്കി. എന്തേ, അവളുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ വയ്യേ നിനക്ക്? അതല്ലളിയ, അമ്മ അറിഞ്ഞാലല്ലേ? അമ്മ അറിയാതെ നിൽക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നിനക്ക് അവിടെ നിൽക്കുന്നതിൽ എന്തേലും എതിർപ്പുണ്ടോ? ഗോപി ഇല്ലെന്ന് തലയാട്ടി. ഈ രംഗം ഇവിടെ കഴിയുന്നു. നാളെ രാത്രി നല്ല സൽക്കാലം ഒരുക്കണം കേട്ടോ അമ്മേ. മരുമോൻ വിരുന്നിന് വരുന്നുണ്ട്. ഫോണിലൂടെ ചിത്രയോട് സംസാരിക്കുകയാണ് ശ്രീനി. നേരം രാത്രി 10 മണി ആയിട്ടുണ്ട്. രമ്യയുടെ അച്ഛൻ ഇനിയും വീട്ടിലെത്തിയിട്ടില്ല. പൊട്ടിപ്പോയ ബിസിനസ് രണ്ടാമത് തുടങ്ങാനുള്ള ഓട്ടത്തിലാണ് അയാൾ. പാതിരാത്രി എപ്പോഴേലുമാണ് വീട്ടിലെത്തുക. രമ്യയും ചിത്രയും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണ്. അത് വേണോ ശ്രീനി? മോളത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അത് അമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. ഗോപിയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചില്ലേ? അതുപോലെ രമ്യയെ അമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്ക്. അവർ രാത്രി ഒന്നിച്ച് കഴിയട്ടെ. ഇത് വാടക വീടല്ലേ ശ്രീനി? മരുമോന് വന്ന് താമസിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ആ സൗകര്യമൊക്കെ മതി. അമ്മ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിച്ചാൽ മതി. എന്ത്? അല്ല, വല്ല തട്ടലോ മുട്ടലോ. ചിത്രയ്ക്ക് എന്തോ ഒരു പരവേഷം തോന്നി. വളരെ മാന്യമായേ ശ്രീനി ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ തട്ടലും മുട്ടലും ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിൻ്റെ അളിയനല്ലേ ആള്. താൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചിത്ര ചിന്തിച്ചത്. അതെന്താ അമ്മേ? അവനാണല്ലേ, അവൾ പെണ്ണും. സംസാരം കുറേശ്ശെ പരിധി കടക്കുന്നതായി രണ്ടാൾക്കും തോന്നി. പക്ഷെ അത് നിർത്താൻ അവർക്ക് തോന്നിയതുമില്ല.
ആണും പെണ്ണും ഒരുമിച്ച് കിടന്ന തട്ടലും മുട്ടലും ഉണ്ടാവുമെന്ന് ശ്രീനിയോട് ആരാ പറഞ്ഞത്? ചിത്രയുടെ ചോദ്യത്തിൽ കുസൃതി ഉണ്ടായിരുന്നു. അതാരേലും പറയണോ അമ്മേ? ഞാനും ഒരു പെണ്ണിൻ്റെ കൂടെ കിടന്നതല്ലേ. ഞാനും ഒരാണിൻ്റെ കൂടെ കിടന്നതാ. ചിത്രയുടെ ശബ്ദം അല്പം വിറച്ചിരുന്നു. എന്നിട്ട് അമ്മയുടെ മുറിയിൽ നിന്ന് ശബ്ദമൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. നല്ല കൂർക്കം വലിയുടെ ശബ്ദം. ആ പറഞ്ഞതിനോടൊപ്പം ഒരു നെടുവീർപ്പും ചിത്രയിൽ നിന്നുണ്ടായി. അതിപ്പോഴല്ലേ അമ്മേ? അച്ഛൻ നല്ല ടെൻഷനിലല്ലേ, അതുകൊണ്ടാവും. നല്ല പ്രായത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അവരുടെ സംസാരം കുറേശ്ശെ പരിധികൾ ലംഘിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഈ സംസാരം നീട്ടിക്കൊണ്ടു പോകാനാണ് രണ്ടാളും ആഗ്രഹിച്ചത്. അതാണോ അമ്മ പറഞ്ഞത് എൻ്റെ അവസ്ഥ തന്നെയാ മോൾക്കുമെന്ന്? നിൻ്റെ അളിയനെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല ശ്രീനി. ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലൊരാളെയാ രമ്യയ്ക്ക് വേണ്ടിയിരുന്നത്. അമ്മയ്ക്കോ? അമ്മയ്ക്കിഷ്ടമായിരുന്നോ ഞാൻ മരുമോനായി വരുന്നത്? അല്ല. പിന്നെ? നീ മരുമോനായി വന്നാൽ അവൾക്കല്ലേ അതിൻ്റെ ഗുണം. എനിക്കെന്താ? അമ്മയ്ക്ക് എന്ത് ഗുണമാണ് വേണ്ടത്? പിന്നെ ചിത്രയ്ക്കൊന്നും പറയാനായില്ല. പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. മലർന്നു കിടന്ന് ചിത്ര ചെറുതായി കിതച്ചു. ദേഹമാസകലം വല്ലാത്തൊരനുഭൂതി വന്ന് നിറയുന്നതും മനസ്സിലൊരു മഞ്ഞുതുള്ളി വീണലിയുന്നതും ചിത്ര അറിഞ്ഞു. 48 വയസ്സുള്ള ഇനിയും യൗവനം വിട പറഞ്ഞിട്ടില്ലാത്ത ഒരു ചരക്കാണ് ചിത്ര. ഒരേ ഒരു മകളെ ചിത്രയ്ക്കുള്ളൂ. ഒട്ടും ഉടയാത്ത ശരീരം, നന്നേ മെലിഞ്ഞാണ് ചിത്ര. എങ്കിലും ഒരു പുരുഷനെ കൊതിപ്പിക്കാനുള്ളതെല്ലാം ചിത്രയുടെ ദേഹത്തുണ്ട്. തുടക്കം മുതലേ അസംതൃപ്തയായ ഭാര്യയായിരുന്നു ചിത്ര. തുടക്കകാലത്ത് ഭർത്താവിന് ബിസിനസ്സിന് തിരക്കായിരുന്നെങ്കിൽ കുറേ കഴിഞ്ഞ് ബിസിനസ് പൊളിഞ്ഞ് ടെൻഷനായി. ജീവിതം വിചാരിച്ച പോലെ ആഘോഷമാക്കാൻ ചിത്രയ്ക്കായില്ല. വർഷങ്ങൾ പലത് ചിത്ര അടക്കിപ്പിടിച്ച് ജീവിച്ചു. പിന്നെ അവൾക്കൊരിളക്കം തുടങ്ങിയത് ശ്രീനിയെ കണ്ടതു മുതലാണ്. അവൻ്റെ മാന്യമായ പെരുമാറ്റവും അവൻ്റെ ചുറുചുറുക്കും എല്ലാം ചിത്രയ്ക്കിഷ്ടമായി. അവനെ കാണുന്നതും അവനോട് സംസാരിക്കുന്നതും ചിത്രയ്ക്ക് നല്ല സുഖമുള്ള കാര്യമായിരുന്നു. ഇതുവരെ അവൻ മാന്യത വിട്ട് സംസാരിച്ചിട്ടില്ല. അവൻ അമ്മയെന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ശ്രീനിയിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച ചിത്രയ്ക്ക് അവൻ തന്നെ അമ്മയെന്ന് വിളിക്കുന്നത് ലേശം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അവൻ ചേച്ചിയെന്ന് വിളിക്കുന്നത് കേൾക്കാനായിരുന്നു ചിത്രയ്ക്കിഷ്ടം. എന്നാലും അവനോട് പറഞ്ഞു വിളിപ്പിക്കാനൊന്നും അവൾക്കായില്ല. ഇന്നത്തെ സംസാരം ചിത്രയ്ക്ക് ചില പുത്തൻ പ്രതീക്ഷകൾ നൽകിയിരുന്നു. കാലങ്ങളായി വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ പുതുമഴ പെയ്യുമെന്നൊരു പ്രതീക്ഷ. കൊത്തും കിളയും നിന്നുപോയ ഫലഭൂയിഷ്ടമായ മണ്ണിൽ കലപ്പ കൊണ്ട് ശക്തിയായി ഉഴുതുമറിക്കുമെന്നൊരു പ്രതീക്ഷ. അപ്പുറത്തെ മുറിയിൽ രമ്യയും എന്തോ പ്രതീക്ഷയിലായിരുന്നു. ശ്രീനിയെ പരിചയപ്പെട്ടത് മുതൽ അവനായിരുന്നെങ്കിൽ തൻ്റെ ഭർത്താവ് എന്നവൾ ആഗ്രഹിച്ചു പോയി. ഏതൊരു ഭാര്യയും കൊതിക്കും ശ്രീനിയെപ്പോലൊരു ഭർത്താവിനെ കിട്ടാൻ. എന്ത് ഹൃദ്യമായ പെരുമാറ്റമാണ് ശ്രീനിയേട്ടന്. നല്ല സൗന്ദര്യവും ചുറുചുറുക്കും. സംസാരിക്കുമ്പോൾ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ചിത്ര എന്ന അമ്മയും രമ്യ എന്ന മകളും ശ്രീനിയെ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഇനി സത്യഭാമയുടെ വീട്ടിൽ. അപ്പോൾ നീയാണ് എൻ്റെ മകനെ പറഞ്ഞ് വഴിതെറ്റിക്കുന്നത്. നിനക്ക് എന്ത് കാര്യമുണ്ടായിട്ടാ ശ്രീനി നീ ഗോപിയോട് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞത്? സത്യഭാമ ശ്രീനിയെ ചാടിക്കടിക്കാൻ വന്നു. ആ കിഴങ്ങൻ ഗോപി എല്ലാ കാര്യങ്ങളും അമ്മയോട് വിളമ്പിയെന്ന് ശ്രീനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മേ, അവൾക്ക് രണ്ടാർക്കും യാതൊരു പ്രശ്നവും ഇല്ല. അവർക്കൊരുമിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. പിന്നെ അമ്മയായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നത്? നിൽക്കുവിടാ, ഞാൻ തടസ്സം നിൽക്കും. എന്നെ പറഞ്ഞു പറ്റിച്ച ആ കുടുംബവുമായി എൻ്റെ മോൻ ഒരു ബന്ധവും ഇനിയില്ല. നീ എത്ര വക്കാലത്തായി വന്നാലും ഞാനത് സമ്മതിക്കില്ല. പറഞ്ഞു പറ്റിച്ചൊന്നും അല്ലല്ലോ അമ്മേ, അവരുടെ സാഹചര്യം അതായിപ്പോയി. അവർ തരാനുള്ളത് വൈകാതെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ പട്ടിക്ക് വേണം അത്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത അവരുമായി ഒരു ഒത്തുതീർപ്പിന് നീ ശ്രമിക്കേണ്ട ശ്രീനി. നടക്കില്ല. ഈ സ്ത്രീയെ ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്നാണ് ശ്രീനി ആലോചിച്ചത്. തൻ്റെ അമ്മായിയമ്മ എത്രമാത്രം നീചയായൊരു സ്ത്രീയാണെന്ന് അവൻ കണ്ടറിയുകയായിരുന്നു. അമ്മേ, അവർ രണ്ടാളും ചെറുപ്പമല്ലേ. 2 മാസമേ അവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും? ബുദ്ധിമുട്ട്? 10 വർഷമായി ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതിൻ്റെ കേടാതല്ലേ നിങ്ങൾക്ക്?
ശരിക്കും മനസ്സിലാണ് ശ്രീനി അത് പറഞ്ഞത്. അത് പുറത്തേക്ക് വന്നോന്ന് അവൻ അറിയില്ല. എന്നിട്ടും സത്യഭാമ അത് കേട്ടു. അവൾ അവനെ തുറിച്ചു നോക്കി. പിന്നെ ചാടി എണീറ്റ് കൊടുങ്കാറ്റുപോലെ അകത്തേക്ക് പോയി. ശ്രീനി ഒരു ചിരിയോടെ പുറത്തേക്കും. 2 ദിവസമായി ശ്രീനിയുടെ വിവരമൊന്നും ഇല്ലാഞ്ഞിട്ട് ചിത്രയ്ക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. ഗോപി ഒരു ദിവസം നിൽക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല. സംഗതി അവൻ്റെ അമ്മ അറിഞ്ഞെന്നും പിന്നൊരു ദിവസം നോക്കാമെന്നും പറഞ്ഞ് 2 ദിവസം മുമ്പ് ശ്രീനി വിളിച്ചതാണ്. പിന്നെ അവൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ഇപ്പോൾ ചിത്ര ഏറെ പ്രതീക്ഷിക്കുന്നത് ശ്രീനിയുടെ വരവാണ്. അവൾ ഏറെ ആഗ്രഹിക്കുന്നത് അവൻ്റെ സാമീപ്യമാണ്. അവൾ ഏറെ കൊതിക്കുന്നത് അവൻ്റെ സംസാരമാണ്. ഇപ്പോൾ കുറച്ചായി ശ്രീനി വന്ന് കുറച്ചു നേരം സംസാരിച്ചിരുന്നാൽ തന്നെ ചിത്രയ്ക്ക് എന്തോ പോലെയാകും. ഇപ്പോൾ അവനെക്കുറിച്ച് ഓർത്താൽ തന്നെ നനഞ്ഞു തുടങ്ങുവാണ്. ശ്രീനിയെ അങ്ങോട്ട് വിളിക്കാനായി ചിത്ര പലവട്ടം ഫോൺ എടുത്തതാ. പക്ഷെ അവനെ വിളിച്ചാൽ എന്ത് പറയണമെന്ന് അവൾക്കറിയില്ല. ഒന്നും പറയാനില്ലാതെ അവനെ വിളിക്കാനും ഒരു മടി. ഒരു വേള തൻ്റെ മനസ്സിലെ ആഗ്രഹം അവനോട് പറഞ്ഞാലോ എന്ന് വരെ ചിത്ര ചിന്തിച്ചു. അവനും ഉണ്ടാകും ആഗ്രഹം. അവൻ ഇവിടെയും ഭാര്യ ഖത്തറിലുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 8 മാസം കഴിഞ്ഞില്ലേ. നല്ല ആരോഗ്യവാനായ ശ്രീനിക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ. അവൻ്റെ ഏതാഗ്രഹവും സാധിക്കാൻ ഈ ചിത്ര എവിടെ ഉണ്ടെന്ന് അവനെ അറിയിച്ചാലോ എന്ന് ചിത്ര പലവട്ടം ചിന്തിച്ചു. ചില സംസാരത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും ശ്രീനിക്കും താല്പര്യമുണ്ടെന്ന് ചിത്രയ്ക്കും തോന്നിയതാണ്. അവൻ ഇങ്ങോട്ട് ചോദിച്ചെങ്കിൽ എത്ര നന്നായേനെ. ഇല്ലെങ്കിൽ താൻ അങ്ങോട്ട് സമ്മതം അറിയിക്കണം. അതിനൊരു മടി. ഇനി മടിച്ചിരിക്കാനാവാത്ത വിധം തനിക്ക് കഴപ്പ് കയറിയെന്ന് ചിത്രയ്ക്ക് മനസ്സിലായി. നൈറ്റി അരക്കെട്ടിലേക്ക് ഉയർത്തി വെച്ച് ചിത്ര ഓരോന്ന് ആലോചിച്ചു. ഏട്ടനിൽ നിന്ന് ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല. അതൊരു പാവം. ബിസിനസ് തകർന്ന് കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ച് കാമം എന്ന വികാരം തന്നെ ഏട്ടനില്ല. പുലർച്ചെ എണീറ്റ് പോകും, പാതിരാത്രി വന്ന് കിടക്കും. ഭക്ഷണം പോലും മിക്ക ദിവസവും വീട്ടിൽ നിന്ന് കഴിക്കാറില്ല. ശരിക്കും ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവന് താങ്ങും തണലുമായി നിൽക്കേണ്ടവളാണ് ഭാര്യ. ചിത്ര അങ്ങനെ നിൽക്കുന്നുമുണ്ട്. ഭർത്താവിനെ അവർ സ്നേഹത്തോടെ പരിചരിക്കാറുമുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരു പെണ്ണിന് വേണ്ട വികാര വിചാരങ്ങൾ ഇപ്പോൾ കുറച്ചായി സഹിക്കാൻ പറ്റാതായിരിക്കുന്നു. അത് ശ്രീനിയെ കണ്ടതിന് ശേഷമാണെന്ന് ചിത്രയ്ക്കറിയാം. മുൻപും കടിയുണ്ടായിരുന്നെങ്കിലും ഒരാളെയൊന്നും മനസ്സിൽ സങ്കല്പിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ശ്രീനി മാത്രമേ ഉള്ളൂ മനസ്സിൽ. അവൻ്റെ സുന്ദരമായ മുഖം മനസ്സിലോർത്ത് ചിത്ര വേണ്ടത് ചെയ്ത് സ്വയം സന്തോഷിപ്പിച്ചു. അപ്പുറത്തെ മുറിയിൽ വെറും 2 മാസത്തെ പരാജയ ദാമ്പത്യം ജീവിച്ച രമ്യയും ശ്രീനിയെ മനസ്സിലോർത്താണ് കിടക്കുന്നത്. ദിവസം കൂടി കാത്തു. ശ്രീനി വന്നില്ല. അവൻ വിളിച്ചതുമില്ല. ഇനി അവൻ്റെ ശബ്ദമെങ്കിലും കേൾക്കാതിരിക്കാനാവില്ല എന്ന് മനസ്സിലായ ചിത്ര അന്ന് രാത്രി അവനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഭക്ഷണം കഴിച്ച് മുറിയിൽ വന്ന് കിടന്ന ചിത്ര കുറച്ചു നേരത്തെ ആലോചനകൾക്ക് ശേഷം ശ്രീനിയെ വിളിക്കാൻ തീരുമാനിച്ചു. മുറിയിലെ വെളിച്ചമെല്ലാം കെടുത്തി ഇട്ടിരുന്നതെല്ലാം ഊരി മാറ്റി ചിത്ര ബെഡിലേക്ക് കിടന്നു. സാധാരണ ഇങ്ങനെ കിടക്കാറില്ലെങ്കിലും എന്നീ രീതിയിൽ കിടക്കാനാണ് ചിത്രയ്ക്ക് തോന്നിയത്. പതിവില്ലാത്ത വിധം കഴപ്പ് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. രാധികയുമായി ഫോണിലൂടെ കുറുകി ശ്രീനി ഫോൺ കട്ടാക്കിയതേയുള്ളൂ. വീണ്ടും റിങ് ചെയ്യുന്നത് കണ്ട് അവൻ മൊബൈൽ എടുത്ത് നോക്കി. ചിത്രയാണ് വിളിക്കുന്നതെന്ന് കണ്ട് അവൻ വേഗം കോൾ എടുത്തു. എന്താ അമ്മേ, എന്താ ഈ നേരത്ത്? ശ്രീനിയുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാനായി ആർത്തിയോടെ കാത്തിരുന്ന ചിത്രയ്ക്ക് ദേഹമാകെ കുളിര് കോരി. എന്തു പറ്റി ശ്രീനി? 3-4 ദിവസമായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്. വിളിയും കാണുന്നില്ല. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയതാ. കഴപ്പ് കയറി ശബ്ദം പതറിയെങ്കിലും അത് ശ്രീനി അറിയാതിരിക്കാനായി ചിത്ര പരമാവധി ശ്രമിച്ചു. ഓ, അതൊന്നുമില്ലമ്മേ. ഞാൻ എന്നും രാധികയുടെ അമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തേലും ഒന്നായിട്ട് അങ്ങോട്ട് വരാമെന്ന് കരുതി. ഞാൻ വിചാരിച്ചു നീ എന്നോട് പറയാതെ ഖത്തറിലേക്ക് തിരിച്ചു പോയെന്ന്. മലർന്നു കിടന്ന ചിത്ര കാലുകൾ 2 അകത്തി വെച്ചു. ഇല്ലമ്മേ, പാസ്പോർട്ട് ശരിയായിട്ടില്ല. പിന്നെ അമ്മയോട് പറയാതെ ഞാൻ പോവോ? അത് കേട്ടതും ചിത്രയ്ക്ക് തൃപ്തിയായി. അവരുടെ കാര്യമൊക്കെ ദൈവനിശ്ചയം പോലെ നടന്നോളും. അതുവരെ ശ്രീനി ഇങ്ങോട്ട് വരാതിരിക്കുമൊന്നും വേണ്ട.
ഇത് ദൈവനിശ്ചയമൊന്നും അല്ലമ്മേ, ഇത് രാധികയുടെ അമ്മയുടെ പിടിവാശിയാ. എത്ര സംസാരിച്ചിട്ടും ആ സ്ത്രീയൊന്ന് അടുക്കണ്ടേ? എന്നാലും കുറച്ച് സമയമെടുത്താലും ഞാനിത് ശരിയാക്കും. ശ്രീനിയുടെ ആത്മാർത്ഥതയിൽ ചിത്രയ്ക്ക് സന്തോഷം തോന്നി. നീ ഇനി അധികം സംസാരിക്കുകയൊന്നും വേണ്ട ശ്രീനി. സത്യഭാമയ്ക്ക് ബന്ധം താല്പര്യമില്ല. അതുമല്ല, ഇവിടെ രമ്യയ്ക്കും ഇത് മുന്നോട്ട് പോകണമെന്നില്ല. അതെന്താ അമ്മേ, രമ്യയ്ക്കിപ്പോൾ ഒരു മനം മാറ്റം? ഇതുവരെ അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അവൾക്ക് ആദ്യമേ അവനെ ഇഷ്ടമല്ലായിരുന്നടാ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതെന്നോട് പറഞ്ഞതാ. ഒരാഴ്ച കൊണ്ടൊന്നും ആണിനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ച് നിർത്തിയതാ. എന്താ അമ്മേ ഗോപിക്കൊരു കുറവ്? സൗന്ദര്യമില്ലേ? ആരോഗ്യമില്ലേ? നല്ല ജോലിയില്ലേ? നീ പറഞ്ഞതെല്ലാം ഗോപിക്കുണ്ട്. എന്നാലും അവൻ്റെ ഒപ്പം ജീവിക്കേണ്ടത് അവളല്ലേ. അവൾക്ക് താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ അതിനൊരു കാരണം വേണ്ടേ അമ്മേ? കാരണം ഉണ്ടെന്ന് അവൾ പറയുന്നത്. മലർന്ന് കിടന്ന് കാലകത്തി ഒരാണിനോട് ഫോണിൽ സംസാരിച്ച് കൊഞ്ചുന്നത് ചിത്രയ്ക്കിത് ആദ്യത്തെ അനുഭവമാണ്. അതിലവൾക്ക് വല്ലാത്ത സുഖം തോന്നി. ആ കാരണം അറിഞ്ഞാൽ അതുകൂടെ നമുക്ക് പരിഹരിക്കാം. അമ്മയ്ക്ക് അറിയുന്നതാണെങ്കിൽ എന്നോട് പറയാം. ശ്രീനി പറഞ്ഞത് ഒരു നിമിഷം ചിത്രയൊന്ന് ചിന്തിച്ചു. എന്തു പറയും? അത് അവൻ പോരാ ശ്രീനി. പോരാന്ന് പറഞ്ഞാൽ അത് തന്നെ, അവനൊരു തണുപ്പനാ എന്ന് രമ്യ അമ്മയോട് പറഞ്ഞു. എന്ന് തീർത്ത് പറഞ്ഞില്ല, എന്നാലും ചില സൂചനകളൊക്കെ എനിക്ക് കിട്ടി. ശ്രീനിയോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഭ്രാന്തമായ സുഖത്തിൽ ചീറി പൊളിക്കാൻ തോന്നുന്നുണ്ട് ചിത്രയ്ക്ക്. ഇല്ലമ്മേ, അതൊക്കെ അവളുടെ തോന്നലായിരിക്കും. വലിയ പ്രതീക്ഷയോടെ ചെന്നിട്ട് അവൾ ഉദ്ദേശം മാതിരി ആയിരിക്കില്ല. 2 മാസമല്ലേ അവൾ കൂടെ താമസിച്ചുള്ളൂ. അതൊക്കെ ശരിയായിക്കോളും. ശ്രീനി വളരെ പക്വമായാണ് സംസാരിച്ചത്. എന്നാൽ ചിത്രയ്ക്കത് പോരായിരുന്നു. രമ്യയുടെ വിഷയം തന്നെ സംസാരിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. മറ്റെന്തൊക്കെയോ ആണ് അവൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ശ്രീനി തന്നെ അവളോട് സംസാരിക്ക്. നീ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കും. ഓക്കെ, ഞാൻ സംസാരിച്ചോളാം. നാളെ തന്നെ ഞാൻ വരാം. അത് കേട്ട് ചിത്രയ്ക്ക് സന്തോഷമായി. അവനെ ഒന്ന് കാണാൻ കൊതിയായി. പക്ഷേ നാളെ... അയ്യോ ശ്രീനി, നാളെ വേണ്ടടാ. നാളെ ഞാനിവിടെ ഉണ്ടാവില്ല. നിരാശയോടെ ചിത്ര പറഞ്ഞു. അമ്മ എവിടെ പോകുന്നു? എൻ്റെ ആങ്ങളയുടെ മകൻ്റെ കല്യാണ നിശ്ചയമാണ് നാളെ. അതിന് പോകണം. രമ്യ വരുന്നുണ്ടോ? ഇല്ല, ആ പെണ്ണിപ്പോൾ ഒരു പരിപാടിക്കും വരില്ല. ആൾക്കാരുടെ ചോദ്യം നേരിടാൻ വയ്യാഞ്ഞിട്ടാ. കെട്ട് കഴിഞ്ഞ് 2-ാം മാസം വീട്ടിൽ വന്ന് നിന്നതല്ലേ. ഞാനും ചേട്ടനും പോകാതിരിക്കാൻ പറ്റില്ല. ശ്രീനി മറ്റന്നാ വാ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. അമ്മയും അച്ഛനും നിശ്ചയത്തിന് പൊക്കോ. അവിടെ ഏതായാലും രമ്യ തനിച്ചല്ലേ ഉണ്ടാവൂ. ഞാൻ അവളോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. അമ്മയുണ്ടായാൽ അവൾ ചിലപ്പോൾ തുറന്ന് സംസാരിക്കാൻ മടിക്കും. അത് വേണ്ടെന്ന് പറയാൻ ചിത്ര ഒരുങ്ങിയതാണ്. പക്ഷേ പറഞ്ഞില്ല. രമ്യയെ ചിത്രയ്ക്കറിയാം. ശ്രീനിയെക്കുറിച്ച് പറയാൻ അവൾക്ക് 100 നാവാണ്. ശ്രീനിയേട്ടനെ പോലെ ഒരു ഭർത്താവിനെയാണമ്മേ ഞാൻ ആഗ്രഹിച്ചത് എന്നവൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ 2 പേരെയും ഒറ്റയ്ക്കാക്കി പോയാ. പക്ഷെ ശ്രീനിയോട് വരണ്ടാന്ന് പറയാനും ചിത്രയ്ക്കായില്ല. പറഞ്ഞാൽ അവനെന്ത് കരുതും? തൻ്റെ മോളെ തനിക്ക് വിശ്വാസമില്ലെന്ന് മാത്രമല്ല, അവനെയും വിശ്വാസമില്ലെന്ന് തോന്നില്ലേ? വേണ്ട, ശ്രീനി നല്ലവനാ. അവൻ വന്നോട്ടെ, അവൻ സംസാരിക്കട്ടെ. അപ്പോൾ നാളെ ശ്രീനി എനിക്ക് കാണാൻ പറ്റില്ലല്ലേ? സാരമില്ല, മറ്റന്നാൾ ശ്രീനി ഒന്നുകൂടെ വരണേ. എനിക്ക് നേരിട്ട് ചിലത് പറയാനുണ്ട്. അവനോട് എന്താണ് പറയാനുള്ളതെന്നും ചിത്രയ്ക്കറിയില്ലായിരുന്നു. എന്നാലും അവനെ ഒന്ന് കാണാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി. കുറച്ചു നേരം കൂടി സംസാരിച്ച് ഫോൺ കട്ടാക്കിയതും ചിത്ര സ്വയം സന്തോഷം കണ്ടെത്തി. ശ്രീനി എന്ന സുമുഖനായ ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ. അപ്പുറത്തെ മുറിയിൽ ശ്രീനിയെ ഓർത്ത് സന്തോഷം കണ്ടെത്തിയിരുന്ന രമ്യ ഉറക്കത്തിലേക്ക് വീണിരുന്നു. അപ്പോഴേക്കും പിറ്റേന്ന് രമ്യയുടെ വീട്ടിൽ. കാരണം അറിഞ്ഞാലല്ലേ രമ്യയെ പരിഹാരം കാണാൻ പറ്റൂ. ഒരു കാരണവും ഇല്ലാതെ അവനെ വേണ്ടെന്ന് പറയാൻ നിനക്കെന്താ വട്ടുണ്ടോ? ശ്രീനി മുന്നിൽ നിൽക്കുന്ന രമ്യയോട് ചോദിച്ചു. കാരണം അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ. രമ്യ പതിയെ പറഞ്ഞു.
അവളുടെ ആ നിൽപ്പും ഭാവവും അധിക നേരം കണ്ടു നിൽക്കാനാവില്ലെന്ന് ശ്രീനിക്ക് തോന്നി. വല്ലാത്തൊരു ഭാവം രമ്യയുടെ മുഖത്തുണ്ടായിരുന്നു. ഇറുകിക്കിടക്കുന്ന പഴയൊരു ചുരിദാറാണ് അവളുടെ വേഷം. ഇന്ന് അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവില്ലെന്നും ശ്രീനി വരുമെന്ന് പറഞ്ഞ് ഒരുങ്ങി തന്നെയാണ് രമ്യ നിൽക്കുന്നത്. അതെന്താ രമ്യ, നീ കാരണം പറ, പരിഹാരം ഞാൻ ഉണ്ടാക്കിയ പോരെ? ശരി, ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് ചേട്ടനൊന്നും തോന്നരുത്. ആള് ചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരനൊക്കെ തന്നെയാ. പക്ഷെ അയാൾക്ക് ഒരു പെണ്ണിൻ്റെ ആവശ്യമൊന്നും ഇല്ല ചേട്ടാ. രമ്യ പറയാനുള്ളത് തുറന്നു തന്നെ പറഞ്ഞു. എന്ന് വെച്ചാ? കാര്യം മനസ്സിലായെങ്കിലും ശ്രീനി ചോദിച്ചു. എന്ന് വെച്ചാൽ എനിക്കൊരാണിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ അയാളെ വേണ്ട. അടിച്ചു കയറിയ കാമം മുഖത്ത് നിന്ന് മായ്ക്കാനാവാതെ രമ്യ പറഞ്ഞു. രമ്യേ, 2 മാസമല്ലേ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചുള്ളൂ, അപ്പോഴേക്കും അവൻ പോരെന്ന് തീരുമാനിച്ചോ? ഇത് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട ചേട്ടാ. രമ്യ പതിയെ പിറുപിറുത്തതാണെങ്കിലും ശ്രീനി അത് കേട്ടു. വിവാഹശേഷം നീ എന്താ പ്രതീക്ഷിച്ചത്? ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അവനായില്ലേ? അയാൾ കുട്ടികളെ പഠിപ്പിക്കാൻ മിടുക്കനായ അധ്യാപകനാ. പക്ഷേ ഒരു ഭാര്യയെ തൃപ്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ പച്ചക്കരിമ്പിനെ വേണ്ടുന്ന രീതിയിൽ പൊളിക്കാത്തതാണ് ഇവളുടെ പ്രശ്നമെന്ന് ശ്രീനിക്ക് ആദ്യമേ മനസ്സിലായതാണ്. സാരമില്ലടി, അതൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. രമ്യ ദാഹത്തോടെ ശ്രീനിയെ നോക്കി. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ചേട്ടാ? നോക്കാം, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. എന്ത്? അല്ല, എന്താ അവൻ്റെ പ്രശ്നമെന്നറിയണമല്ലോ. രമ്യയെ ശക്തമായ കാമം പിടിമുറുക്കിയിരുന്നു. അവൾ മനസ്സിൽ സങ്കല്പിച്ച ഭർത്താവിൻ്റെ രൂപവും സ്വഭാവവുമുള്ള ശ്രീനിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് നിയന്ത്രിക്കാനാവുന്നില്ല. പ്രശ്നമൊക്കെ എനിക്കറിയാം ചേട്ടാ. വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് രമ്യ പറഞ്ഞത്. എന്താ? അത് ചേട്ടാ, അയാൾക്ക്... രമ്യ ചാരി നിൽക്കുന്ന കസേരയിൽ മുറുക്കെ പിടിച്ചു. പറ, ശ്രീനി പ്രോത്സാഹിപ്പിച്ചു. പറയാൻ രമ്യയും തീരുമാനിച്ചിരുന്നു. ചേട്ടൻ അറിയോ, ഈ 2 മാസത്തിനിടയ്ക്ക് അയാളെ കൊണ്ടൊന്നും നടന്നിട്ടില്ല. ശ്രീനി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രമ്യ പറഞ്ഞു. അവൻ വിശ്വാസം വരാതെ നോക്കിയത് രമ്യയുടെ അവിടേക്കാണ്. 2 മാസം ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞൊരു ഭാര്യയാണ് പറയുന്നത് അയാൾ ഇതുവരെ പൂർണ്ണമായി ചെയ്തിട്ടില്ലെന്ന്. ഞാനിത് വിശ്വസിക്കണോ രമ്യ? ഞാൻ പറഞ്ഞത് സത്യ ചേട്ടാ. രമ്യയുടെ ശബ്ദം കാമത്തിൽ വിറച്ചുപോയി. എന്ന് വെച്ചാൽ രമ്യ ഇതുവരെ ആ സുഖം അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എൻ്റെ ഭർത്താവിൽ നിന്ന് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ? അതിന് മറുപടി പറയാതെ രമ്യ കാമം കത്തുന്ന കണ്ണുകളോടെ ശ്രീനിയെ നോക്കി. വിവാഹത്തിന് മുമ്പോ അതോ വിവാഹം കഴിഞ്ഞിട്ടോ? മുമ്പ്. എത്ര തവണ? കുറേ. ശ്രീനി ഇത്തവണ രമ്യയെ നോക്കിയത് അല്പം കാമത്തോടെയാണ്. ഭർത്താവ് തൊട്ടിട്ടില്ലെങ്കിലും മറ്റൊരുത്തൻ കയറി മേഞ്ഞതാണിവളെ. അപ്പോൾ ആ സുഖം രമ്യ അറിഞ്ഞിട്ടുണ്ട്. അത് ഗോപിയിൽ നിന്ന് കിട്ടാത്തതാണ് പ്രശ്നം. അയാൾക്ക് ഭാര്യയൊന്നും വേണ്ട ചേട്ടാ. അയാൾ മറ്റേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കുറച്ച് തവണയേ ചെയ്തിട്ടുള്ളൂ, അതും ചടങ്ങ് കഴിക്കാൻ എന്ന പോലെ. ശ്രീനിയോട് എന്തു പറയാനും രമ്യയ്ക്ക് മടിയുണ്ടായില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ വല്ലാത്ത സുഖം അനുഭവിക്കുകയായിരുന്നു. അതിനപ്പുറം പലതും പറയാൻ അവൾ കൊതിച്ചു. അത് ശ്രീനിക്കും മനസ്സിലായി. അപ്പോൾ രമ്യയ്ക്ക് മുൻകൈ എടുത്തുകൂടായിരുന്നോ? കാമത്താൽ വിറയ്ക്കുന്ന രമ്യയുടെ മുഖത്തേക്ക് നോക്കിയാണ് ശ്രീനി അത് ചോദിച്ചത്. അതിനൊന്നും അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീനിയുടെ കൺട്രോൾ വിടാൻ തുടങ്ങി. രമ്യയെ ചെയ്യാമെന്ന ചിന്തയൊന്നും അവനില്ലായിരുന്നു. പക്ഷേ ഈ വഞ്ചി സാവധാനം കരയ്ക്കെടുക്കുമെന്ന് അവന് തോന്നി. അവൻ രമ്യയെ ശരിക്ക് തൊട്ടിട്ടില്ല, രമ്യ അവനെയും. അപ്പോൾ ഇനി അവൻ്റെ കൂടെ ജീവിക്കില്ലെന്നാണ് നിൻ്റെ തീരുമാനം? അല്ലാതെ ഞാൻ എന്താ ചേട്ടാ ചെയ്യേണ്ടത്? ഞാൻ അവനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കിയ രമ്യ തീരുമാനം മാറ്റുമോ? എന്നാലും പ്രശ്നമുണ്ടല്ലോ. അയാളുടെ അമ്മ എന്നെ അവിടെ കയറ്റുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അതൊരു കാതലായ പ്രശ്നം തന്നെയാണെന്ന് ശ്രീനിക്ക് തോന്നി. തൻ്റെ ഭാര്യയുടെ അമ്മയാണെങ്കിലും അവരൊരു വൃത്തികെട്ട സ്ത്രീയാണ്.
എന്നാലും അവരോട് സംസാരിച്ച് ശരിയാക്കാം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഗോപിയോടും സംസാരിച്ച് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. രമ്യ, നീ പറഞ്ഞ കാര്യങ്ങൾ ഒരു പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാനാവാത്തതാ. ശാരീരികവും മാനസികവുമായ സുഖം ദാമ്പത്യത്തിൽ വളരെ പ്രധാനമാണ്. അത് രണ്ടുമില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ അമ്മയോടും ഗോപികയോടും അവസാനമായിട്ട് ഒന്നുകൂടെ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിയ രമ്യ മടങ്ങിപ്പോവുമോ? അവൻ്റെ ചോദ്യം കേട്ട് കുറച്ചു നേരം രമ്യ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ചേട്ടാ, അവിടുത്തെ അമ്മ വളരെ മോശ സ്ത്രീയാണ്. എല്ലാറ്റിനും കുറ്റം മാത്രം പറയുന്നൊരു സ്ത്രീ. എന്നാലും അവരെ അടക്കി നിർത്താനൊക്കെ എനിക്കറിയാം. അവർക്ക് പുല്ല് വില കൊടുക്കാതെ ആ വീട്ടിൽ ജീവിക്കാനും എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അവൻ എനിക്കൊരു വിഷയമേ അല്ല. എൻ്റെ വിഷയം എൻ്റെ ഭർത്താവാ. രമ്യ തൻ്റെ ഇടത്തോടെ സംസാരിക്കുന്ന കണ്ട് ശ്രീനി അന്തം വിട്ടു. അപ്പോൾ അമ്മയുമായിട്ടുള്ള പ്രശ്നത്തിലല്ലേ രമ്യ ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അമ്മ എനിക്കൊരു എതിരാളിയേ അല്ല. അവരൊന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയാൻ എനിക്കറിയാം. ആ പഴയ അമ്മായിയമ്മ പോലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അമ്മ സമാധാനം തരുന്നില്ലെന്ന് പറഞ്ഞല്ലേ രമ്യ പോകുന്നത്? അല്ലാതെ ഭർത്താവ് കഴിവുകെട്ടനാണെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ കൂടുതലൊന്നും ഒരു പെൺകുട്ടിക്ക് പറയാൻ പറ്റില്ലെന്ന് ശ്രീനിക്ക് തോന്നി. ചുരുങ്ങിയ വാക്കുകളിൽ അവൾ പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശരി രമ്യ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും അമ്മയോട് ഞാനൊന്ന് സംസാരിക്കാം. ഗോപികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ബന്ധം വേർപ്പെടുത്തിയാൽ 2 കുടുംബക്കാർക്കും നാണക്കേടാകും. രമ്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രീനി പറഞ്ഞു. കുടുംബക്കാർക്ക് നാണക്കേടുണ്ടാകുമെന്ന് കരുതിയൊന്നുമല്ല. ചേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാവാം. പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. അത് പറയുമ്പോൾ അവളുടെ മുഖം തുടുക്കുന്നതും ചുണ്ടുകൾ വിറയ്ക്കുന്നതും ശ്രീനി വ്യക്തമായി കണ്ടു. എന്ത് ഡിമാൻഡ്? അത് ഞാൻ രാത്രി ചേട്ടന് ഫോൺ വിളിച്ച് പറയാം. എനിക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. ശരി, ഞാൻ എന്നാൽ ഇറങ്ങട്ടെ. അമ്മ വരുമ്പോൾ രമ്യ പറഞ്ഞാൽ മതി. ഇപ്പം തന്നെ പോണോ? പോണം. ശ്രീനി എണീറ്റു. ഞാനെന്നാൽ രാത്രി വിളിക്കാം. ശ്രീനി ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവൻ പുറത്തിറങ്ങി ബൈക്കിൽ കയറിയതും രമ്യ മുൻവാതിലടച്ച് റൂമിലേക്ക് ഓടിക്കയറി. സ്വയം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീനിയുടെ മുഖമല്ലാതെ വേറൊരു മുഖം ഓർത്തെടുക്കാൻ രമ്യയ്ക്കായില്ല. അപ്പം നമ്മുടെ ഈ സ്റ്റോറി എന്ന് പറയുന്നൊരു സ്ലോ പേസിൽ ബിൽഡ് ചെയ്യുന്ന പോകുന്നൊരു സ്റ്റോറിയാണേ. അപ്പോൾ പതുക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് കേൾക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, അടുത്ത പാർട്ട് വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.